ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് മന്ത്രം. പാലപ്പം, വെള്ളയപ്പം, ചപ്പാത്തി ഇവയ്ക്കൊക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് ചിക്കൻ സ്റ്റൂ. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ സ്റ്റൂവിന്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ചിക്കൻ എങ്ങനെ തരംതിരിച്ച് ഫ്രിഡ്ജിൽ വെക്കാം എന്ന് ഞാൻ ഷെയർ ചെയ്തിരുന്നു. കണ്ടിട്ടില്ലാത്ത എല്ലാ ഫ്രണ്ട്സും അതൊന്ന് പോയി കാണണം. അതിൽ ചിക്കൻ സ്റ്റൂവിന് വേണ്ടി കുറച്ച് പീസസ് ഞാൻ മാറ്റി വെച്ചിരുന്നു. അത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത്. 250 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതാണ്. നമുക്കിനി ഇത് കുക്കറിലേക്ക് മാറ്റാം. ഇതിനോടൊപ്പം കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. കുഞ്ഞതാണെങ്കിൽ 3 ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസ് ആണെങ്കിൽ 2, വലുതാണെങ്കിൽ 1 ഉരുളക്കിഴങ്ങ് മതി. ഇതിനെ ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. തീരെ ചെറുതാവാനും പാടില്ല, ഒത്തിരി വലിയ കഷ്ണം ആവണമെന്നില്ല. ഇതും കൂടി നമുക്ക് ചിക്കൻ്റെയോടൊപ്പം ചേർക്കാം. ചിക്കനിൽ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിന് വേണ്ടിയുള്ള ഉപ്പ് ഇപ്പൊ ഞാൻ തൽക്കാലം ചേർക്കുന്നില്ല. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും, എന്നാലും ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് നമുക്കൊരു 3 വിസിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം ഒന്നും ചെറുതാക്കണ്ട, ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ 3 വിസില്. ചിക്കൻ വേവുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഗരം മസാല പ്രിപ്പയർ ചെയ്യാം. സാധാരണ ഗരം മസാലയല്ല ഞാൻ ചിക്കൻ സ്റ്റൂവിന് ചേർക്കുന്നത്. ഇത് ചിക്കൻ സ്റ്റൂവിന് വേണ്ടി മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഗരം മസാലയാണ്. ഈസിയാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഒരു കുഞ്ഞു ചീനച്ചട്ടിയോ കടായോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് വെക്കുക. 250 ഗ്രാം ചിക്കനേ ഉള്ളൂ. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു 4 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, നമ്മൾ തോരനും അവിയലിനും ഒക്കെ ചേർക്കുന്ന നല്ല ജീരകം, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഫ്ലെയിം ചെറുതാക്കി ഇട്ടിട്ട് വേണം ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ജീരകമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. പെട്ടെന്ന് തന്നെ ഇത് റോസ്റ്റ് ആയി വരും. അതായത് നമ്മുടെ ജീരകം പൊട്ടുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ജീരകം പൊട്ടി തുടങ്ങും. അതുവരെ നമുക്ക് ജസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ജീരകം പൊട്ടി തുടങ്ങി, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇപ്പൊ തന്നെ ഈ പാത്രത്തിൽ നിന്നും ഈ സ്പൈസസ് മാറ്റണം, അതല്ലെങ്കിൽ ആ പാത്രത്തിന്റെ ചൂട് കാരണം നമ്മുടെ ജീരകമൊക്കെ കരിഞ്ഞു പോകും. ചൂടാറിയതിനു ശേഷം നമുക്ക് മിക്സറിലിട്ട് നന്നായിട്ട് പൗഡറാക്കി എടുക്കാനുള്ളതാണ്. ഇപ്പോഴും നമ്മുടെ ചിക്കന്റെ വിസിൽ വന്നിട്ടില്ല. ഈ സമയത്ത് നമുക്ക് ചിക്കൻ സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് ജസ്റ്റ് നടുവേ കീറിയത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും തീരെ പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു മുറി തേങ്ങ ചിരകി അതിന്റെ തേങ്ങാപ്പാലെടുത്തും വെക്കാം. 1-ാം പാല് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. 2-3 പാല് ഒരുമിച്ചെടുത്താൽ മതി. 1-ാം പാൽ ഒരു ജസ്റ്റ് 1/2 കപ്പ് മതിയാവും. 2-3 പാലുകളും ചേർത്ത് ഒരു 1-1.25 കപ്പ് വരെ ആവാം. നമ്മുടെ ചിക്കന്റെ 3 വിസിലൊക്കെ വന്നു. അതിന്റെ പ്രഷർ പോകാൻ വേണ്ടിയിട്ട് നമുക്കവിടെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഗരം മസാലയും പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി തുടങ്ങാം. ഒരു കടായി എടുത്ത് വെക്കുക. ആവശ്യത്തിനുള്ള എണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ വെച്ച് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നതാണ് നല്ലത്. നമ്മുടെ സവോള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നമ്മൾ ചിക്കൻ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്നു വരട്ടെ. സവോളയുടെ കളർ മാറരുത്, പക്ഷെ ജസ്റ്റ് ഒന്ന് വഴന്നൊന്ന് വാടി വരണം. സവോള കുറേശ്ശെ വഴന്നു വരുന്നുണ്ട്. നമുക്ക് ഒത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി, തളർന്ന് വാടി വന്നാൽ മതി. ഇത്രയും മതിയാവും. നമുക്ക് ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാൻ ഒരു 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ബ്ലാക്ക് പെപ്പർ പൗഡറാണ് ചേർത്തിട്ടുള്ളത്. വൈറ്റ് പെപ്പർ പൗഡർ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. നമ്മുടെ സ്റ്റൂ നല്ല വെളുത്ത കളറിൽ തന്നെ ഇരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഗരം മസാല ചേർക്കാം. നമ്മുടെ ചിക്കൻ സ്റ്റൂവിന് വേണ്ടി സ്പെഷ്യലായി ഉണ്ടാക്കിയ ഗരം മസാല നമ്മളത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം 2 ടീസ്പൂണോളം വരും. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഈ സമയത്ത് 1 ടീസ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. മൈദ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്താലും മതി. ഇതല്ല കോൺഫ്ലവർ ആണ് ചേർക്കുന്നതെങ്കിൽ അങ്ങനെ. ഏതാണെങ്കിലും ഈ സ്റ്റേജിൽ ചേർക്കുക. സാധാരണ നമ്മൾ ചിക്കൻ സ്റ്റൂവിന് കോൺഫ്ലവർ ആണെങ്കിലും അരിപ്പൊടി ആണെങ്കിലും വെള്ളത്തിൽ കലക്കി ഏറ്റവും ലാസ്റ്റ് ആണ് ചേർക്കാറ്. പക്ഷെ അങ്ങനെ ചേർക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റി ഇതാണ്. അപ്പോൾ നമ്മൾ ഏത് ചേർത്താലും നമ്മുടെ സ്റ്റൂവിന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചേർക്കുന്നെങ്കിലും അത് ഇപ്പം ചേർക്കുക. അരിപ്പൊടി ആണെങ്കിൽ അങ്ങനെ, മൈദ ആണെങ്കിൽ, കോൺഫ്ലവർ ആണെങ്കിലും ഒക്കെ ഈ സമയത്ത് ചേർക്കാം. മൈദയൊക്കെ നന്നായിട്ട് മൂത്തു. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും ഉരുളക്കിഴങ്ങും ചേർക്കാം. ചിക്കനും ഉരുളക്കിഴങ്ങും ചിക്കൻ്റെ ആ ഒരു സ്റ്റോക്കും കൂടി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തു. ജസ്റ്റ് നല്ലൊരു തിള വന്നു കഴിയുമ്പം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാലും 3-ാം പാലും ചേർത്ത് കൊടുക്കാം. 2-ാം പാലും 3-ാം പാലും ചേർത്തു. ജസ്റ്റ് ഒന്ന് ഇളക്കി. നന്നായിട്ടൊന്ന് തിള വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കൊരു 4-5 കശുവണ്ടി, കാഷ്യൂനട്ട് വെള്ളം ചേർത്ത് പൊടിച്ച് പേസ്റ്റ് ആക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം. കശുവണ്ടി ഓപ്ഷണലാണ്. കശുവണ്ടി വരുമ്പോൾ കറി കുറച്ചുകൂടി റിച്ച് ആവും, കുറച്ചുകൂടി ടേസ്റ്റും കൂടും. കശുവണ്ടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഒരു 4-5 കശുവണ്ടി നന്നായിട്ട് പേസ്റ്റ് ആക്കി നമുക്ക് ഈ സമയത്ത് ചേർക്കാം.
അങ്ങനെ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി 1-ാം പാലും കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് 1-ാം പാൽ ചേർത്താൽ അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ വളരെ ഈസി ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മാത്രം തീരെ പൊടിയായി അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് ചിക്കൻ സ്റ്റൂവിനെ സെർവ് ചെയ്യാം. നല്ല പാലപ്പത്തിന് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ചിക്കൻ സ്റ്റൂ. ഇതുവരെ ചിക്കൻ സ്റ്റൂ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. മറ്റൊരു നല്ല യൂസ്ഫുൾ വീഡിയോയുമായിട്ട് അമ്മൂസ് മന്ത്രയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.